ഒരു ഗായിക എന്ന നിലയിൽ അറിയപ്പെടുവാനാണ് ആഗ്രഹമെങ്കിലും പല മേഖലകളിൽ പ്രതിഭ തെളിയിച്ച കലാകാരിയും ബിഗ് ബോസ് മലയാളം സീസൺ 3 മത്സരാർത്ഥിയുമായിരുന്നു ലക്ഷ്മി ജയന്. വയലിനിസ്റ്റ്, റിയാലിറ്റി ഷോ താരം, ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി എന്നിങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ താരം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പ്രശസ്ത സംഗീത റിയാലിറ്റി ഷോയായ ഇന്ത്യൻ ഐഡലിലൂടെ പാൻ ഇന്ത്യൻ ശ്രദ്ധയും നേടിയിരുന്നു ലക്ഷ്മി. ഇന്ത്യൻ ഐഡലിന്റെ 2018 നടന്ന 10ാം സീസണിലാണ് ലക്ഷ്മി മത്സരിച്ചത്. പാടിയ പല വേദികളിലും വയലിന് വായിച്ചും അവരെ കയ്യടി നേടിയിട്ടുണ്ട്. വയലിനൊപ്പം ഗിത്താറും മൃദംഗവും കൈകാര്യം ചെയ്യും ലക്ഷ്മി. എന്നാൽ ഗായിക എന്ന നിലയിൽ വലിയ പ്രേക്ഷക കൗതുകം നേടിയെടുത്തത് ഒരേ ഗാനമാണ് പെണ് ശബ്ദങ്ങളിൽ ആൽപ്പിക്കാനുള്ള ലക്ഷ്മിയുടെ കഴിവാണ്. ടെലിവിഷൻ അവതരണത്തിനൊപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അഭിനേതാവ് എന്നീ നിലകളിലും ലക്ഷ്മി ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് FM 95 അവതാരകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ ലക്ഷ്മി തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷനിൽ നിന്ന് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട്. ഒരു മകനുള്ള ലക്ഷ്മി സിംഗിൾ പാരന്റിംഗാണ് ചെയ്യുന്നത്. വിവാഹ ജീവിതം തകർന്നതിനെ കുറിച്ചെല്ലാം ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വീണ്ടും ഒരു വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ ഭയമുണ്ടെന്നാണ് ലക്ഷ്മി അന്ന് പറഞ്ഞത്. എന്നാൽ പിന്നീട് നാളുകൾക്കുശേഷം പറയാം നേടാം ഷോയിൽ അതിഥിയായി വന്ന ഗായകൻ MG ശ്രീകുമാറുമായി സംസാരിക്കവെ ഇനിയൊരു വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നു. മകനുള്ളതുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് മടിച്ച് നിൽക്കുന്നതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. അന്ന് താരം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയൊരു വിവാഹം വേണ്ടേയെന്ന് MG ചോദിച്ചപ്പോഴാണ് ലക്ഷ്മി മറുപടി നൽകിയത്. ഇനിയൊരു വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷെ കുട്ടി ഉള്ളതുകൊണ്ട് അവനെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം എന്നതാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൂട്ട് എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു 50 വയസ്സൊക്കെയായിട്ട് മതി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് മകന് അത്ര യോജിപ്പില്ല. അമ്മ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ അവൻ പറയും. ഞാൻ വിവാഹം കഴിക്കുന്നില്ല, പക്ഷെ നീയും കഴിക്കരുത് എന്ന് ഞാൻ അവനോട് പറയാറുണ്ട്. 2012 കുവൈറ്റ് ഷോ ചെയ്തിരുന്നു. അന്ന് വന്ന പ്രൊപ്പോസലാണ് വിവാഹത്തിലേക്ക് പോയത്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാണാനൊക്കെ സുന്ദരനാണ്. അവിടെയൊരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വീട്ടുകാര് ആലോചിച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നു. വിവാഹശേഷം കുവൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ല. അധികകാലമൊന്നും ഒന്നിച്ച് താമസിച്ചിട്ടുമില്ല. 2013 വിവാഹം നടന്നു. ഒരു 2017 ഒക്കെ ആയപ്പോഴേക്കും പിരിഞ്ഞു. ഡിവോഴ്സായ സമയം ഞാൻ ചിന്തിച്ചിരുന്നത് അയാളുടെ ഭാഗത്താണ്